गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम नमो भगवते नित्यशुद्ध मुक्त महात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। ओम श्री नारायण परमगुरवे नमः। മഹാഗുരുവിൻ്റെ തൃപാദങ്ങളിൽ പ്രണാമം. ഗുരുകുലത്തിൻ്റെ പുണ്യമായ ആ മണ്ണിനെ തൊട്ട് നമിക്കുന്നു. പൂജനീയ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് വന്ദനം. തീർത്ഥാടകരായി ഇവിടെ എത്തിയിരിക്കുന്ന ഗുരുഭക്തർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 92ാമത് ശിവഗിരി തീർത്ഥാടനം ലോകമെങ്ങും മംഗളപൂർവം ചൈതന്യപൂർവം ആഘോഷിക്കപ്പെടുന്ന ഈ നിമിഷത്തിൽ ലോകത്തിന് വിളക്കായ, അതായത് ഒരു വിശ്വദീപം തെളിഞ്ഞ ആ മണ്ണിൻ്റെ മുറ്റത്ത് ഗുരുകുലത്തിൽ നമ്മൾ ജന്മപുണ്യം തേടി തീർത്ഥാടകരായി എത്തിയിരിക്കുകയാണ്. അതായത് ഈ ലോകത്തിന് വിളക്കായ ഒരു ചൈതന്യം തെളിഞ്ഞ സ്ഥലമാണ്. ആ ദീപം ഇന്ന് പ്രകാശിച്ച് ലോകം മുഴുവൻ ചൈതന്യവത്തായിരിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും എൻ്റെ പ്രഭാഷണ വൈദഗ്ധ്യം തെളിയിക്കുവാനായിട്ട് വേദിയിൽ നിൽക്കുന്ന ഒരാളല്ല. ഭഗവാനെ, അങ്ങയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മാലുണ്ട് അതുരയ്പ്പാൻ കഴിവില്ല, ശിശുവിൻ്റെ പോലിങ്ങു നിരർത്ഥധ്വനിയാണെൻ്റെ പുലമ്പൽ. ആലംബനമാമെങ്കിലും അംബാസമവിന്നിൻ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. ഭഗവാനെ, എനിക്ക് ഈ ലോക ജീവിതത്തിലെ ദുഃഖങ്ങളേറെയുണ്ട്. ആ ദുഃഖങ്ങൾ അങ്ങയുടെ മുന്നിൽ പറയുന്നതിന് ഞാൻ അശക്തയാണ്. ഈ ലോകത്തെക്കുറിച്ചൊരു അറിവും കഴിവുമില്ലാത്ത ഒരു ശിശു, ഒരു കുഞ്ഞുകുട്ടി എന്തിനും ഏതിനും തൻ്റെ അമ്മയുടെ മുന്നിൽ കരയുന്ന അർത്ഥമില്ലാത്ത കരച്ചിൽ പോലെയാണ് ഈ ഉള്ളവളുടെ ഭഗവാന്റെ മുന്നിലുള്ള നിവേദനം. അമ്മയെ പോലെ എനിക്ക് ആശ്രയമായി വരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. കൈ തൊഴുമടിയനെ നീ കൈതവനിലേന്നെടുത്തു നിന്നടിയിൽ കൈതഴവിച്ചേർക്കണമേ പൈതലിതന്നോർത്തു നിർഭരമേ. ഭഗവാനെ, അങ്ങയുടെ മുന്നിൽ തൊഴുകയോടുകൂടി നിൽക്കുന്ന ഈ കൈതവം വിട്ടുമാറാത്ത ഭൗതിക ജീവിതത്തിൻ്റെ ദുഃഖവും ദുരിതവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉള്ളവളെ, ഭഗവാനെ, ഈ അജ്ഞാന ദിശയിൽ നിന്ന് എന്നെ ഒന്ന് ഉയർത്തിയിട്ട് ഭഗവാനെ, നീ കൈതഴവി എന്നെ ആ ജ്ഞാനത്തിലേക്കൊന്ന് എത്തിക്കണേ എന്ന ഒരു നിവേദനം ഭഗവാന്റെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. കാരണം ഒരു മഹാപുരുഷൻ അവതരിച്ച ജന്മം കൊണ്ട മണ്ണ് പുണ്യഭൂമിയാണ്, പാപങ്ങളില്ലാത്ത മണ്ണാണ്. ഈ മണ്ണിൽ തീർത്ഥാടകരായി എത്തിയിരിക്കുന്ന ഓരോരുത്തരും ഈ തണലിൽ അല്പനേരം ഒന്ന് ശാന്തമായി ഇരുന്നിട്ട് പോകണം. നമ്മൾ ഗുരുവിൻ്റെ തീർത്ഥാടനവുമായി വന്നു, ഗുരുകുലത്തിൽ വന്ദിച്ചു, ആഹാരം കഴിച്ചു, തിരിച്ചു മടങ്ങാതെ
ആ ഭഗവാന്റെ സന്നിധിയിൽ കുറച്ച് സമയം ഇരുന്നിട്ട് ഒന്നുമില്ലെങ്കിൽ മനസ്സെങ്കിലും ഒന്ന് ധ്യാനിച്ച് ആ ഗുരുവിൻ്റെ വെളിച്ചം ഉള്ളിലേക്കാക്കി ആ ഒരു ആത്മീയമായ ഒരു ഉണർവോടുകൂടി നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. ഗുരു നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, തീർത്ഥാടനത്തിനായി ധനവും ചിലവഴിച്ചുകൊണ്ട് ശിവഗിരിയിലും ഒക്കെ എത്തി ഒന്നും നേടാതെ തിരിച്ചു പോകുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന്, അല്ലേ? നമ്മളൊക്കെ ഉത്തരം താങ്ങുന്ന പല്ലികളായിട്ട് ഒരല്പനിമിഷം പോലും നമുക്കൊന്നിനും വേണ്ടി ഇരിക്കാനോ ക്ഷമയോടെ കേൾക്കുവാനോ നമ്മളാരും തയ്യാറല്ല. എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചാൽ അതറിയുകയില്ല, അല്ലേ? അപ്പോൾ നമ്മൾക്കൊക്കെ തിരക്കോട് തിരക്കാണ്. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഒരു ചെവി കൊണ്ടെങ്കിലും കേൾക്കണേ. കാരണം ഭഗവാനെ ഒന്ന് കേൾക്കാൻ കിട്ടുന്ന സമയം നമ്മൾ മുഴുവനായി പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇതൊരു പുണ്യഭൂമിയാണ്. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മുനിചര്യാ പഞ്ചകത്തിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു മഹാപുരുഷൻ അവതരിച്ച അല്ലെങ്കിൽ പാദം പതിഞ്ഞ മണ്ണ് പാപമില്ലാത്ത മണ്ണാണെന്നും ആ മണ്ണിൽ ചവിട്ടാൻ സാധിക്കുന്നതും ഇവിടെ വന്നിരിക്കുന്നതും ഏറ്റവും ശ്രേയസ്സും അതായത് പുണ്യമാണ് എന്ന് ഗുരു തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മുനിചര്യാ പഞ്ചകത്തിലൂടെ, അല്ലേ? ഭുജ കിമുപധാനദാം കിമുന കുംഭിനി മഞ്ചദാം വ്രജേത് വ്രജിനഹാരിണി സ്വപദപാദിനി മേദിനി. 73 വർഷക്കാലം വരെയുള്ള ഭഗവാന്റെ ആ പുണ്യപാവനമായ ജീവിതത്തിൽ എത്രയോ നടന്നിരിക്കുന്നു. നദീസൈകതങ്ങളിലൂടെയും വിജനമായ വനത്തിലൂടെയും ഏകാന്തമായ സ്ഥലത്തിലൂടെയും ഈ ഗുരുവിൻ്റെ പാദങ്ങൾ പതിയാത്ത ഒരു തരി മണ്ണ് ഈ മലയാളത്തിലുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഗുരുവിനെ കേൾക്കുവാൻ ഒരല്പസമയമൊന്ന് ഇരിക്കുവാൻ നമ്മളുടെ കയ്യിൽ സമയമില്ല എന്നുള്ളതാണ്. ഗുരുവിൻ്റെ കാരുണ്യപൂർണമായ ആ ഒരു ത്യാഗം കൊണ്ട് നേടിയ ജീവിത സൗഭാഗ്യങ്ങൾക്കിടയിൽ കഴിയുമ്പോഴും ഗുരുവിനെ നേരായി അറിയുവാൻ നാം ആരും മിനക്കെടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. അപ്പോൾ ഗുരു പറയുകയാണ്, ഒരു മുനിക്ക്, ഒരു പരബ്രഹ്മസ്വരൂപനായ ഒരു മുനിക്ക്, ബ്രഹ്മനിർലീന മാനസനായ ഒരു മുനിക്ക് ശയിക്കുന്നതിന് വേണ്ടി തൻ്റെ കരതലം തന്നെ തലയിണയായി ഭവിക്കയില്ലയോ? ഈ ഭൂമി തന്നെ മഞ്ചമായി ഭവിക്കയില്ലയോ? മുനിക്ക് ഉറങ്ങാൻ തലയിണയും കട്ടിലും ഒന്നും വേണ്ട, ആർഭാടതയൊന്നും വേണ്ട. കാരണം മുനി ആ ശരീരത്തിൻ്റെ തലത്തിലും അപ്പുറമായ ആനന്ദ തലത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഗുരു പറയാണ്, ഭുജ കിമുപദാനദാം കിമുന കുംഭിനി മഞ്ചദാം. അതിനുശേഷം ഗുരു പറയാണ്, വ്രജേത് വ്രജിനഹാരിണി സ്വപദപാദിനി മേദിനി. സ്വപാദങ്ങൾ പതിഞ്ഞ പുണ്യഭൂമി, ആ ഭൂമി പാപരഹിതയായി ഭവിക്കുമെന്ന്. അപ്പോൾ പാപരഹിതമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ തീർത്ഥാടനം നടത്താൻ. ഇവിടെ എത്തുമ്പോൾ, ആ ഗുരുകുലത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ ശബ്ദം പോലും ഉറക്കമെടുക്കാതെ ആ മൗനഘനാമൃതാബ്ദിയിൽ ആണ്ട ഗുരുസന്നിധിയിൽ എത്തുമ്പോൾ നിശബ്ദമായിക്കൊണ്ട് ഗുരുവിനോട് പ്രാർത്ഥിക്കുക. എനിക്ക് ഓർമ്മ വരുന്നത് ശുക്ലയജുർവേദത്തിലെ ഒരു ധ്യാനമന്ത്രമാണ്. ജ്യോഹുശാന്തിഃ അന്തരീക്ഷഃ ശാന്തിഃ ആപഃ ശാന്തിഃ ഓഷധയഃ ശാന്തിഃ വനസ്പതയഃ ശാന്തിഃ വിശ്വേ ദേവാഃ ശാന്തിഃ ബ്രഹ്മ ശാന്തിഃ സർവേ ശാന്തിഃ ശാന്തിരേവ ശാന്തിഃ സാമാ ശാന്തിരോതി. ഈ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടിയോ? ഗുരുകുലത്തിൽ വന്ന് നിന്നപ്പോൾ, ആ ഗുരുവിൻ്റെ മുന്നിൽ കണ്ണടച്ച് നിന്നപ്പോൾ ഈ ശാന്തി കിട്ടിയോ? കിട്ടിയെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിക്കൊണ്ടാണ് പോണത്. അതായത് ഭൂമി ശാന്തമാകട്ടെ, സസ്യലതാദികൾ ശാന്തമാകട്ടെ, ജലസ്രോതസ്സുകൾ ശാന്തമാകട്ടെ, ഇവിടുത്തെ ദേവതാ സങ്കല്പങ്ങൾ ശാന്തമാകട്ടെ, അതുപോലെ ശാന്തി പോലും ശാന്തമാകട്ടെ, ബ്രഹ്മ ശാന്തമാകട്ടെ, എല്ലാവരും ശാന്തമാകുമ്പോൾ ഈ ജ്ഞാനം ശാന്തമാകട്ടെ. അപ്പോൾ സർവ്വതിനെയും ശാന്തതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരബ്രഹ്മസ്വരൂപനായ ഒരു ഗുരു മനുഷ്യരൂപം കൊണ്ട് അവതാരം കൈക്കൊണ്ട പുണ്യഭൂമിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നറിയുമ്പോൾ, ഓരോ മൺതുരികളും പാപം രഹിതമാണ് എന്നറിയുമ്പോൾ അതെടുത്ത് നെറുകയിൽ ചൂടാൻ എത്ര അനുഭൂതിയാണ് നമുക്ക്.
അത് തന്നെയല്ലേ ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞത്, യസ്യനഃ കൽപ്പതേ സിദ്ധൈഃ പാദാംബുജരചോലവഃ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭഗവാനെ, അങ്ങയുടെ പാദത്തിൽ പറ്റിയിരിക്കുന്ന പൊടിയുടെ ഒരു ചെറിയ ലവം, ഒരു കണം മതിയല്ലോ ഭഗവാനെ, എൻ്റെ ജീവിതത്തിലെ സകലവിധമായ പാപങ്ങളെയും ഇല്ലാതെയാക്കി എനിക്ക് ഈശ്വര സ്വരൂപം തരാൻ, ഈശ്വര സാക്ഷാത്കാരം തരാൻ എന്ന് ഗുരുവിനെ അറിഞ്ഞ ഗുരുവിൻ്റെ കുഞ്ചു അല്ലേ, ഗുരുവിൻ്റെ കൊച്ചപ്പിള്ള ഗുരുവിൻ്റെ ശിവലിംഗദാസ സ്വാമികൾ ഗുരുവിനെ അറിഞ്ഞ് പാടിയിരിക്കുന്നു. അപ്പോൾ ഈ ഗുരുകുലത്തിലേക്ക് തീർത്ഥാടക പുണ്യം തേടി നമ്മൾ എത്തുമ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ. ശാന്തമായി നമുക്ക് ജീവിതത്തിൽ ഇരിക്കാൻ കിട്ടുന്ന സമയം ശാന്തമായി ഇരിക്കുക. എവിടേക്ക് ഓടാനുള്ളതെന്ന് ചോദിച്ചാൽ ഈ ഓട്ടത്തിൻ്റെ അവസാനം കുറച്ച് ചാരമായി കൈ തരുന്ന മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് തിരക്കോട് തിരക്കാണ്, ഓട്ടത്തോട് ഓട്ടമാണ്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവ ദർശനം ഇന്ന് ലോകം മുഴുവൻ പ്രോജ്വലിച്ച് നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാം. കേരളത്തിനേക്കാൾ കൂടുതൽ ഗുരുവിനെ അറിയുന്നതും ആദരിക്കുന്നതും എല്ലാം അന്യ സംസ്ഥാനങ്ങളിലാണെന്ന് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ ലോകം മുഴുവൻ ഇന്ന് ഗുരുവിൻ്റെ ദർശനം പ്രകാശിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, വത്തിക്കാനിലെ ആഗോള ക്രൈസ്തവ സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിലെ ഗുരുവിൻ്റെ ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു പ്രകാശിതമായി. അതിനു മുമ്പ് 1971 ഗുരു നിത്യചൈതന്യ യതി ഇത് അന്നത്തെ മാർപ്പാപ്പയ്ക്ക് കൈമാറിയതുമാണ്. ഗുരുവിൻ്റെ ദൈവദശകം ഇന്ന് പ്രകാശമാനമായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങിയ ഏറ്റവും വലിയൊരു വാചകമാണ്. ഇതിനെ ദൈവദശകം വ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രൊഫസർ ബാലകൃഷ്ണൻ സാറ് പറഞ്ഞൊരു വാക്ക്. അതായത് ദൈവദശകം എന്ന കൃതി ഈ ലോകത്തെ സകല വിദ്യാലയങ്ങളിലും, സകല കുടുംബ സദസ്സുകളിലും, സകല പൊതുചടങ്ങുകളിലും, സകല ഇടങ്ങളിലും ഇത് പാരായണം ചെയ്യുമെങ്കിൽ, ഇത് പഠിക്കുമെങ്കിൽ ഈ ലോകത്തിന് തന്നെ വലിയ മാറ്റം സംഭവിക്കുമെന്ന് സംശയമില്ല. നമ്മൾ ദൈവദർശനം ചൊല്ലുമ്പോൾ അറിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ എനിക്കിതെല്ലാം തരാൻ പറയും. പക്ഷെ ഗുരു നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്, നമ്മളിന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖം, ഈ തണലിൽ വന്നിരുന്നപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് മറ്റെന്ത് പ്രവൃത്തി ചെയ്താലാണ് നമുക്ക് കിട്ടുക? മറ്റെന്ത് സുഖകരമായ കാര്യങ്ങൾ ഭൗതികത്തിൽ ചെയ്താലാണ് നമുക്ക് ഈ സുഖം കിട്ടുക? കിട്ടില്ല. ഗുരു നമ്മളോട് പറയാ, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. നമ്മൾ ഈ ഗുരുവിനോട് ചെന്ന് ചോദിക്കും, എനിക്ക് അന്നം തരണേ, വസ്ത്രം തരണേ എന്നൊക്കെ ചോദിക്കും. ഗുരു നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്, അന്നവും വസ്ത്രവും തുടങ്ങി ഈ ഭൗതിക ജീവിതത്തിൽ നിനക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം മുട്ടാതെ തന്നു രക്ഷിച്ച് നിന്നെ കാക്കുന്ന ദൈവത്തിനെയാണ് ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ദൈവമേ കാത്തോണേ എന്ന് പറയുമ്പോൾ, ദൈവത്തിനോട് പരിഭവം പറയുമ്പോൾ, പരാതി പറയുമ്പോൾ, നിന്നെ കാക്കുന്ന ദൈവത്തിനെയാണ് ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. എത്രയേറെ ഈ അന്തരീക്ഷത്തെ മലിനമാക്കുമ്പോഴും ആ അന്തരീക്ഷത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് പ്രാണവായു നമ്മളുടെ നാസാരന്ധ്രങ്ങളിലൂടെ തരുന്നതും, എത്രയേറെ മലിനമാക്കുമ്പോഴും ശുദ്ധജലം നമ്മുടെ ആ ചുണ്ടോടടുപ്പിക്കാൻ നമുക്ക് കനിഞ്ഞു തരുന്നതും, നമ്മുടെ നാസാരന്ധ്രങ്ങളിലൂടെ പ്രാണൻ കയറി ഇറങ്ങുന്നതും, നമ്മൾ കഴിച്ച ആഹാരം ദഹിപ്പിക്കുന്നതിന് ശക്തിയായിരിക്കുന്നതും, എന്തിനു വേണ്ട നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സർവ്വ പ്രവർത്തനങ്ങൾക്കും ശക്തിയായിരിക്കുന്ന ജഗദീശ്വരന് എല്ലാം അറിയാം. ഇപ്പോൾ കുറച്ചു മുമ്പ് പാടി, എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവൻ ഇന്നെടുത്തു ചൊല്ലേണമോ, ദുരിതമൊക്കെ അകറ്റണേ നീ. അപ്പോൾ ഒരു കുഞ്ഞുറുമ്പിൻ്റെ മനസ്സിലെ വേദന പോലും ചിന്ത പോലും അറിയാവുന്ന ജഗദീശ്വരനോട് പോയിട്ട് എല്ലാം തരാൻ പ്രാർത്ഥിക്കേണ്ട. എല്ലാതും തന്ന് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരനോട് സമർപ്പണമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ലോകത്ത് നിന്നൊന്നും നേടാനില്ല. ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ നേടിയ, നമ്മുടെ ആത്മശക്തി കൊണ്ട് നേടിയ എന്തെങ്കിലും ഒരു അംശമുണ്ടെങ്കിൽ അതാ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക. ഭഗവാൻ ഇത് ഞാനാണ്,
ഒരു പറഞ്ഞില്ലേ, മനമലർ കൊയ്യാൻ സാധിക്കാത്തവർ വനമലരെങ്കിലും കൊയ്യണമെന്ന്. നമ്മൾ നേടിയ സമ്പാദ്യത്തിൽ നിന്ന് ഒരു നാണയം ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ പറയണം, ഭഗവാനെ, എനിക്ക് തന്ന ശക്തി അങ്ങയുടെ ആത്മശക്തിയാണ്, അങ്ങാണ് എനിക്ക് ശക്തിയായിരിക്കുന്നത്, അത് ഞാൻ അങ്ങ് സമർപ്പിക്കുകയാണ്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഒന്നും ചോദിക്കേണ്ട. നമ്മൾ ആരും കരയാനായി ജനിച്ചവരല്ല. കരച്ചിൽ നിർത്തി കരുത്താർജിക്കുവാനാണ് ഗുരു നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് ദൈവ ദശകത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഗുരുവിൻ്റെ എല്ലാ കൃതികളും ചെവികളിലൂടെ ആര് കേട്ടിട്ടുണ്ടോ ആ കേൾവി എത്രയോ അവൻ്റെ ഹൃദയങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടോ, പിന്നെ ഒരിക്കലും ഈ ഗുരുവിൻ്റെ പാദങ്ങളിൽ നിന്ന് പോവില്ല. അത്രയും ചൈതന്യവത്താണ് ഗുരുവിൻ്റെ കൃതികളെല്ലാം തന്നെ. 1980 ഈ സമീപകാലത്ത് വായിച്ച ഒരു വാർത്തയാണ്. 1980കളിൽ ഡെൻമാർക്കിലെ ജനങ്ങൾ, പറയാം, കേരളീയരേക്കാൾ ഒരു നിലവിളക്ക് തെളിഞ്ഞ സ്ഥലമായത്. ഈ ലോകത്തിന് പ്രകാശിക്കാവുന്ന, ആ ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരേണ്ടുന്ന ഒരു പുണ്യദീപം തെളിഞ്ഞ ആ ഒരു സ്ഥലമാണിത്, അല്ലേ? തൊട്ടതെല്ലാം പൊന്നാക്കും, അല്ലെ? ഇഷ്ടദീപ പ്രകാശമേ എന്ന് പറഞ്ഞ പോലെ, അല്ലെ? കാണാത്ത ദൈവത്തിനേക്കാൾ കരുണാമയനായവൻ, ഇതാ മർത്യൻ കൈകൂപ്പും സുഖദുഃഖമറിഞ്ഞവൻ, അല്ലെ? അപ്പോൾ ഈ ഗുരുവിനെ ഒരു നിലവിളക്കിൻ ചുവട്ടിലെ ഇരുട്ടുകളാണ് നമ്മൾ. ഒരു നിലവിളക്ക് തെളിഞ്ഞപ്പോൾ ആ നിലവിളക്കിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഇരുട്ടാണ്. ആ ഇരുട്ടായി മാറുകയാണ്. കാരണം ഗുരുവിനെ നേരായി അറിയുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഡെൻമാർക്കിലെ ജനങ്ങൾ 1980കളിൽ അവരൊരു വലിയ സമ്മേളനം കൂടി. എന്തിനാണെന്നറിയോ? ഡെൻമാർക്കിലെ ജനങ്ങളുടെ നൈതികമായൊരു നയം അവർക്ക് വേണം. അവരുടെ നാടിനെ നിയന്ത്രിക്കുന്ന ഒരു നയം വേണം. ആ നയം സ്വീകരിക്കാൻ അതിൻ്റെ ഒരു ചർച്ചാ സമ്മേളന വേദിയിൽ അവർ തിരഞ്ഞെടുത്ത മന്ത്രം ഏതാണെന്നറിയോ? ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 22ാമത്തെ മന്ത്രമാണ്. ഡെൻമാർക്കിലെ ജനങ്ങൾ അവരുടെ നൈതികതയുടെ നയമായി തിരഞ്ഞെടുത്ത മന്ത്രമാണ് ആത്മോപദേശ ശതകത്തിലെ 22ാമത്തെ മന്ത്രം. നമ്മളെല്ലാവരും ചൊല്ലുന്നത്, അല്ലേ? പ്രിയമപരൻ്റെയതെൻ പ്രിയം സുഖീയ പ്രിയം അപരപ്രിയമിപ്രകാരമാകും നയമതിനാലെ നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. അതായത് ഞാൻ സുഖമായിരുന്നാൽ, എൻ്റെ കുടുംബം സുഖമായിരുന്നാൽ ഞാൻ സന്തോഷിക്കും. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് കരുതി ജീവിക്കുന്നവരാണ് നാം. അത്രയും മൂഢതയിലാണ് നാം ജീവിക്കുന്നത്. ആ മൂഢത എന്താ പറയുക, ധാർമ്മികമായ വ്യവസ്ഥയ്ക്ക് എതിര് തന്നെയാണ്, സംശയമില്ല. ഒരു രാജ്യത്തെ നശിപ്പിച്ചിട്ട് മറ്റൊരു രാജ്യം സുഖവും സന്തോഷവുമായി വാഴുന്ന കിരാതമായ ഒരു നീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ലോകം. അവിടെയൊക്കെ ഗുരുവിൻ്റെ ഈ നയം സ്വീകരിക്കപ്പെടേണ്ടതും പ്രകാശിതമാകേണ്ടതുമാണ്. അതായത് എൻ്റെ ഇഷ്ടത്തോടൊപ്പം അവരെൻ്റെ ഇഷ്ടവും കൂടി ചേർത്ത് വെക്കുന്ന ഒരു ഇടമാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നത്. എൻ്റെ ഇഷ്ടത്തോടൊപ്പം അവരെൻ്റെ ഇഷ്ടവും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ കലഹങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് ഗുരു പറയാണ്, പ്രിയത്തിന് ഒരു ജാതിയേ ഉള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആത്മസുഖമാണ്. അത് വിവിധങ്ങളായ ഭൗതിക ഉപാധികളിലൂടെ മനുഷ്യൻ ആർജിക്കുന്നത് ഒരു സുഖം മാത്രം, അത് ആത്മസുഖം. ആത്മാവിൻ്റെ ലക്ഷണം തന്നെ സച്ചിദാനന്ദം എന്നാണ്. അപ്പോൾ ഈ ആനന്ദമാണ് നമ്മൾ നല്ല ആഹാരം കഴിക്കുന്നതിലൂടെ, നല്ല സിനിമ കാണുന്നതിലൂടെ, നല്ല ഗെയിം കളിക്കുന്നതിലൂടെ, നല്ല വസ്ത്രം ധരിക്കുന്നതിലൂടെ, നല്ല യാത്രകൾ ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് ആനന്ദം കിട്ടുന്നുണ്ട്. ഈ ആനന്ദം തരുന്നത് ഭൗതിക വസ്തു അല്ല, അവനവൻ്റെ സ്വരൂപത്തിൻ്റെ ആനന്ദമാണ് പ്രതീതമാകുന്നത് എന്ന് അറിയാനുള്ള അറിവ് നമുക്കില്ല. ഇതാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും തേടുന്നത് ഒരു പ്രിയം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇത് ഓർക്കുകിൽ നാം. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഗുരു പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷമില്ല, ശാന്തിയില്ല, സമാധാനമില്ല.
ഈ തീരത്തേക്ക് അണഞ്ഞ് ഇത്തിരി സമയം ഒന്ന് കണ്ണടച്ചിരുന്ന് ആ ഗുരു പറഞ്ഞ 2 വാക്കുകളെ ആ തൃപ്പാദങ്ങളുടെ ചുവട്ടിലിരുന്നൊന്ന് മനനം ചെയ്ത് നോക്കൂ. എത്രയോ ശാന്തിയും സമാധാനവും നേടി തീർത്ഥാടന പുണ്യം നേടി നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ തീർത്ഥാടനത്തിന് വരുന്നവരെ ശാന്തമായി ഇരുന്ന് ഗുരുവിനെ കേട്ട് ആത്മീയമായി വെളിച്ചമുണ്ടായി ആ വെളിച്ചം തിരിച്ച് തൻ്റെ ഭവനങ്ങളിലും അതുവഴി താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും പരിസ്ഥിതികളിലും അതുപോലെ അത് ലോകത്തിന് തന്നെയും നാടിന് തന്നെയും കൊടുക്കണം. അതാണ് തീർത്ഥാടനം. അല്ലാതെ നമ്മൾ വന്ന് കറങ്ങിപ്പോയി ശാരീരികമായി വിഷമിച്ച് ധനവും ചിലവാക്കി പോയത് കൊണ്ട് പ്രയോജനമുണ്ടോ? ഗുരുവിൻ്റെ ചോദ്യമാണത്. അപ്പോൾ ഈ തണലിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല വാക്കുകൾ ഗുരുവിനെ കുറിച്ചുള്ള കേട്ട് മനനം ചെയ്ത് തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഡെൻമാർക്കിലെ ജനങ്ങൾ അവരുടെ നൈതികതയുടെ നയമായി സ്വീകരിച്ചത് ആത്മോപദേശ ശതകത്തിലെ 22ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ, ഒരുവന്റെ പ്രിയത്തോടൊപ്പം അന്യന്റെ പ്രിയം കൂടി ചേർത്ത് വെക്കുന്ന ഇടമുണ്ടെങ്കിൽ ആ നാട് എത്ര മനോഹരമായിരിക്കും. എന്തുകൊണ്ടാണ് കേരളം അത്ര മനോഹരമല്ലാത്തത്? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു, പുണ്യമായ ഭൂമിയിൽ നിന്ന് പറയുമ്പോൾ ഗുരുവിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നിലവിളക്കിൻ ചുവട്ടിലെ ഇരുട്ടുകളാണ് നമ്മൾ. എന്തുകൊണ്ടാണ് ഗുരുവിൻ്റെ കൃതികൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ഗുരുവിനെ ജാതി മതഭേദമന്യേ എല്ലാവരിലേക്കും പറഞ്ഞു കൊടുക്കാത്തത്? എവിടെയാണ് തടസ്സം? ആർക്കാണ് എതിർപ്പ്? ആരാണ് എതിർപ്പ് നിൽക്കുന്നത്? സർവലോകാനുരൂപനായ ഗുരു, സർവ്വതിനെയും ഒന്നായി ചേർത്ത് വെച്ച ഗുരു, ഒരു കുഞ്ഞുറുമ്പിന് പോലും ഇടമുണ്ട്. പനിയുണ്ടിടുന്ന കൃമി മുതൽ കുഞ്ഞുറുമ്പിനെ വരെ ചേർത്ത് വയ്ക്കുന്ന ദർശനം, സർവശ്രേഷ്ഠമായ ഈ ദർശനം സ്വീകരിക്കാൻ എന്തുകൊണ്ട് മലയാളക്കര മുന്നോട്ട് വരുന്നില്ല? പലപ്പോഴും സങ്കടം തോന്നുന്നൊരു കാര്യം കൂടിയാണത്. അതായത് ഗുരുവിൻ്റെ ദർശനം അറിയണമെങ്കിൽ നാം ഗുരുവിൻ്റെ കൃതികളിലേക്ക് ഇറങ്ങുക തന്നെ വേണം. അല്ലാതെ നമുക്ക് ഗുരുവിനെ അറിയാനായിട്ട് സാധ്യമല്ല. ഗുരുവിനെ അറിഞ്ഞ ശിഷ്യന്മാർ, ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളെയും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഗുരു ഇന്ന് ലോകത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഗുരുവിൻ്റെ ദർശനം ഇന്ന് ലോകത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത് ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളാണ്. കാരണം നമ്മളെപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്നൊരു കാര്യമാണ്, ഗുരുവിൻ്റെ കൃതി ഒരിക്കലും വ്യക്തിത്വത്തിൽ നിന്ന് വരുന്നതല്ല, അസ്തിത്വത്തിൽ നിന്ന്, ആനുഭൂതികമായ ആ അനുഭൂതിയിൽ നിന്നാണ് ഗുരുവിൻ്റെ കൃതി വരുന്നത്. ആ കൃതി അപ്പോഴപ്പോൾ ഒരു അംശം പോലും അണുവിട പോലും പിഴയ്ക്കാതെ അത് പകർത്തിയെടുത്ത് നമുക്കൊക്കെ നൽകിയ ഗുരുവിൻ്റെ ഒരു ശിഷ്യ പരമ്പരയുണ്ട്. എത്ര ശേഷിയും ശേമുഷിയും തെളിവാർന്നവരുമായിരിക്കും ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളെ പരിമുഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിൻ്റെ സശരീരനായിരിക്കുന്ന കാലം മുതൽ തന്നെ ഗുരുവിനെ പാദുകങ്ങൾ വെച്ചും ഫോട്ടോ വെച്ചും പ്രതിമകൾ വെച്ചും ഒക്കെ ഗുരുവിനെ ആരാധന ചെയ്തിരുന്നു. ലോകത്തിൽ ആദ്യമായി ഗുരുവിനെ ആരാധന ചെയ്ത സ്ഥലം ഇവിടെ അടുത്ത് തന്നെയല്ലേ, കോലത്തുകര. ആരാധ്യനതൊർത്തിയിടുകിൽ ഞങ്ങൾക്കവിടുന്ന നാരായണമൂർത്തേ, ഗുരുനാരായണമൂർത്തേ എന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ ഫോട്ടോ പ്രതിഷ്ഠിച്ചത് കോലത്തുകരയിലെ കുമാരനാശാൻ ഗുരുവിൻ്റെ ഫോട്ടോ പ്രതിഷ്ഠിച്ചില്ലേ അല്ലേ? അന്ന് തുടങ്ങി ഗുരുവിന് സശരീരനായിരിക്കുമ്പോൾ തന്നെ കിട്ടിയ ആരാധന. അപ്പോൾ ഗുരുവിനെ അതിനെ ആരാധന ചെയ്യുവാൻ മന്ത്രങ്ങൾ വേണമെന്ന് തീരുമാനിച്ചു ചൈതന്യദാസ സ്വാമികൾ അല്ലേ. ഗുരുവിന് അഷ്ടോത്തര ശതനാമാവലി എഴുതി ഉണ്ടാക്കി. വൈദികമായ പൂജാക്രമങ്ങളിലൂടെയൊക്കെ ആ പൂജാവിധികളൊക്കെ എഴുതി ഉണ്ടാക്കി. അതിനുശേഷം അഷ്ടോത്തര ശതനാമാവലി ശ്രീനാരായണ ശിവലിംഗം എന്ന കൃതിയിലൂടെ പറയുന്നു, ശ്രീനാരായണ ഗുരു ശതക സ്തോത്രാവലിയിൽ ശിവലിംഗദാസ സ്വാമികൾ എഴുതി വെച്ച ഗുരുവിനെ കുറിച്ചുള്ള വർണ്ണനകളാണ്, ഗുരുവിനെ കുറിച്ചുള്ള സ്തുതികളാണ് ചൈതന്യ സ്വാമികൾ അഷ്ടോത്തര ശതനാമാവലിയിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ആ സത്ശിഷ്യൻ തന്നെയാണ് നമുക്ക് ഗുരുശക്കം തന്നത്. ആ സത്ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ തന്നെയാണ് നമുക്ക് ചൈതന്യ സ്വാമികളിലൂടെ അഷ്ടോത്തര ശതനാമാവലി തന്നത്, ഗുരു പുഷ്പാഞ്ജലി മന്ത്രം തന്നത്. അതിൽ പറയുന്നു, ഓം സംസാരരോഗ ഭിഷജേ നമ. ഈ സംസാര രോഗങ്ങൾക്ക് ഭിഷഗ്വരനായിട്ടുള്ള ഗുരുവേ അങ്ങേക്ക് നമസ്കാരം.
ഈ ലോക ജീവിതത്തിൽ ദുഃഖങ്ങളേറെയുണ്ട്, രോഗങ്ങളേറെയുണ്ട്. ഒരു മനുഷ്യന് രോഗം വന്നാൽ മനുഷ്യൻ്റെ ശരീരാവയവങ്ങൾക്ക് ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുണ്ട്. കണ്ണിനും മൂക്കിനും കാതിനും ചെസ്റ്റിനും ഒക്കെയുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചത്തിന് രോഗം വന്നാൽ അതിനെ ചികിത്സിക്കാൻ ഒരു വൈദ്യർക്കും പറ്റില്ല. അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് മാത്രമേ പ്രപഞ്ചത്തിലെ രോഗം ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. ചതയം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശതഭിഷക് എന്നാണ്. 100 വൈദ്യന്മാർ എന്നാണ് അർത്ഥം. അതായത് 100 ദിവ്യതാരകങ്ങളെ പോലെ, ദിവ്യ നക്ഷത്രങ്ങളെ പോലെ അനേകമായ ഈ പ്രപഞ്ചത്തിലെ ആ രോഗങ്ങളെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മഹാഗുരു ആ പുണ്യമായ ഇടത്ത് ആ കൊച്ചു മൺകൂരയിൽ ആ ദീപം തെളിഞ്ഞത്. ഒരുപക്ഷെ ഞാൻ കരുതി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ വാക്കുകൾ പോലും ഭഗവാനെ അങ്ങ് ഉപരമിച്ചു പോകുമോ, മൗനമായി പോകുമോ എന്ന്. ഉച്ചത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പോലും അധിക പ്രസംഗമായി പോകില്ലേ എന്ന് ചിന്തിച്ചു പോകുകയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മാലുണ്ട് അതുരപ്പാൻ കഴിവില്ല, ശിശുവിൻ്റെ പോലിങ്ങു നിരർത്ഥധ്വനിയാണെൻ്റെ പുലമ്പൽ. കോനെ, അങ്ങയുടെ കൃതി വ്യാഖ്യാനിക്കണമെങ്കിൽ, അങ്ങയുടെ കൃതിയുടെ പൊരുൾ അറിയണമെങ്കിൽ എത്ര ജന്മങ്ങളിനി കഴിയണം, എത്ര ജന്മങ്ങളിനി കഴിയണം. ആർക്കാണത് വ്യാഖ്യാനിക്കാനാവുക? ആർക്കും സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. കാരണം നമ്മളൊക്കെ നിൽക്കുന്നത് ഭൗതികമായ തലത്തിലാണ്. ഭൗതികതയിൽ നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത്. നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ തലത്തിൽ നിന്നാണ്, അനുഭൂതിയുടെ തലത്തിൽ നിന്നാണ് ഗുരുവിൻ്റെ കൃതികൾ വന്നിരിക്കുന്നത്. അതിനെ ആ തലത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഗുരുവിൻ്റെ കൃതികൾ ദർശന ഗരിമയോടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പറയുകയാണ്, ഓം സംസാര രോഗ വിഷജേ നമ. അവിടുന്ന് ഉദയം ചെയ്തത് ഈ സംസാരത്തെ, ഈ പ്രപഞ്ചത്തെ ചികിത്സിക്കാനാണ്. നിരവധിയായ രോഗങ്ങളുണ്ടായിരുന്നു. അധികമൊന്നും ആയില്ല, 170 വർഷങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളുടെ പൂർവികരിലും പൂർവികരായ കുറേ ആളുകൾ അനുഭവിച്ചു കൂട്ടിയിട്ടുള്ള കുറേയേറെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ ഒരു കഥകളായി നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയില്ല. അതിൽ നിന്ന് ഉയർക്കൊണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളും. അതും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സംസാരത്തെ ശുദ്ധീകരിച്ചു ഗുരു. നീ മനുഷ്യനാണ്, ആദ്യം നീ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു തന്നു. പിന്നെ നിന്നിലുള്ള ദൈവികതയെ പറഞ്ഞു തന്നു. പിന്നെ പറഞ്ഞു ത്വം ഹി ബ്രഹ്മ. ആ ദൈവമായ ജീവനായ നീ ആ പരബ്രഹ്മത്തിൻ്റെ അംശമാണെന്ന് ഗുരു പടിപടിയായി നമ്മളെ ഉയർത്തി കൊണ്ടുവന്നു. അതുകൊണ്ട് ഈ മൈക്കിൻ്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ ജൽപ്പിക്കാനുള്ള വാക്കുകൾക്ക് കരുത്തേകിയതും ഈ ശരീരത്തിന് എനർജി നൽകിയതും എല്ലാം ഭഗവാനെ അങ്ങ് തന്നെയല്ലേ, മറ്റാരാണ് ഗുരു? ആ ഗുരുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഭഗവാനെ എന്താണ് ഉറക്കി എനിക്ക് ശബ്ദിക്കാൻ സാധിക്കുക? പലപ്പോഴും നമ്മുടെ ഒരു പ്രാർത്ഥന അതുതന്നെയാണ്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഭഗവാനെ ഈ തൃച്ചേവടികളിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഈ ഗുരുവിനെ അറിയാനാകണം ഇനിയൊരു ജന്മം. ഈ ഗുരുവിനെ തന്നെ ഗുരുവായി കിട്ടണേ, പരമഗുരുവായി ലഭിക്കണേ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ. ആ ഒരു പ്രാർത്ഥനയാണ് ഈ ഗുരുവിൻ്റെ മുന്നിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത്. അതായത് ഗുരു പറയുക, ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ എത്രയോ ജന്മങ്ങൾ നമ്മളുടെയൊക്കെ കഴിഞ്ഞുപോയി. എന്നിട്ടും ശ്രേഷ്ഠജന്മമായ മനുഷ്യജന്മം കിട്ടിയിട്ടും ഒരിത്തിരി സമയം ഇരുന്നിട്ട് ഞാൻ ആരാ, ഞാൻ എന്തിനാ ഈ ലോകത്തേക്ക് വന്നത്, എൻ്റെ ഈ ജീവിതത്തിൻ്റെ അവസാനം എന്താ? ഒരു കുടുക്കയിലെ ചാരങ്ങളല്ലേ നമ്മൾ? അപ്പോൾ എന്താ നമ്മുടെ ലക്ഷ്യം? എപ്പോഴെങ്കിലും ചിന്തിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇനി നമ്മൾ മലർന്ന് കിടക്കില്ലേ മരണക്കിടക്കയിൽ? ആ സമയം നമ്മൾ ആലോചിക്കുക, ഞാൻ എന്തിനാ ജീവിച്ചത്? പക്ഷെ ആ സമയത്ത് നമ്മൾക്ക് ആനന്ദവും സന്തോഷവും കിട്ടി സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് പോകണമെങ്കിൽ നാവിന്നു നിന്റെ തിരുനാമമെടുത്തുരച്ചു മേവുന്നതിന് എളുതിലൊന്നരുളീരണേ നീ. ജീവൻ വിടുമ്പോൾ അതിൽ നിന്നു തെളിഞ്ഞിടും പിൻ നാവിന്നു ഭൂഷണം ഇതെന്നി നമുക്കു വേണ്ട. എത്രയോ മാംസഭക്ഷണം കഴിച്ചു, എത്രയോ പരദൂഷണങ്ങൾ പറഞ്ഞു ഞാൻ ഈ നാവിനെ കൊണ്ട്. ഒരു തിരുനാമം പോലും എനിക്ക് ചൊല്ലാൻ അറിയില്ല.
ഭഗവാനെ, ഇനി എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് എളുപ്പമായി ചൊല്ലാൻ ഒരു നാമം ഇങ്ങ് അരുളിത്തരൂ. ഈ ജീവൻ വിടുമ്പോൾ ഞാൻ കഴിച്ച മാംസഭക്ഷണമോ ഞാൻ പറഞ്ഞ പരദൂഷണമോ ഒന്നും എൻ്റെ ഈ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുകയില്ല. ഞാൻ പഠിച്ച മന്ത്രങ്ങൾ മാത്രം. അതുകൊണ്ട് എളുപ്പമായതൊന്നിനെ എനിക്കിങ്ങോട്ട് അരുളിത്തരൂ എന്ന് നാമജപങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രസക്തിയുണ്ട്. അപ്പോൾ ഗുരു പറയുകയാണ്, ഈ ജനിച്ചും മരിച്ചും ഈ ലോക ജീവിതത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളോട് ഗുരു ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ജനിമൃതി രോഗം അറുപ്പതിന്നു സഞ്ജീവനി പരമേശ്വര നാമമെന്നില്ല, പുനരതുമൊക്കെ മറന്നു പുത്തു കൈക്കും പുനകൃതി കൊണ്ടു നിറഞ്ഞു ലോകമെല്ലാം. മനസ്സിലാവുമോ നമുക്ക്? അതായത് ജനുമൃതി ചക്രങ്ങളൊന്ന് ഛേദിക്കണമെങ്കിൽ മനസ്സിനെ ശുദ്ധീകരിക്കണം. മനസ്സിൽ കൂട്ടിവെച്ചിരിക്കുന്ന വാസനകൾ, ആ വാസനയാണ് സൂക്ഷ്മ ശരീരമായിട്ട് നമ്മുടെ ശരീരമായും ജന്മമായിട്ടൊക്കെ വരണേ. അപ്പോൾ ശരീരത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കൂട്ടിവെച്ചിരിക്കുന്നത് മറ്റു പല ചിന്തകളാണെങ്കിൽ ആ ഒരു ലോകത്തേക്കായിരിക്കും എൻ്റെ സൂക്ഷ്മ ശരീരം എൻ്റെ മറ്റൊരു ശരീരമായി വരിക. അവിടെ ഈശ്വരനെയാണ് നിറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും നിനക്കവിടെ എന്താ പറയുക, ആസുരം ലോകമൊന്നുണ്ട്, ഊരിരുട്ടാലതാവൃതം മോഹമാർന്നാത്മഹന്തക്കൾ പോകുന്നു മൃതരായതിൽ. അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാം അല്ലേ? വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക്, നന്മയുടെ ലോകത്തേക്ക്, സത്യത്തിൻ്റെ ലോകത്തേക്കൊക്കെ നമുക്ക് സഞ്ചരിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കൂട്ടിവെച്ചിരിക്കുന്ന ആ ലോകവാസനകളെ മനസ്സിൻ്റെ തലമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനപ്പുറം ഒരു ഈശ്വരാംശമുണ്ടെന്നും അതിനെ പ്രോജ്വലിപ്പിക്കാൻ നാമജപങ്ങൾ കൊണ്ടും, ജപം, ധ്യാനം, പ്രാർത്ഥന, ഉപാസനകൾ ഇതെല്ലാം നമ്മളെ ചിത്തശുദ്ധീകരണത്തിന് ഉപകരിക്കുമെന്നും അതിലൂടെ നമ്മുടെ സ്വരൂപത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും എന്നും ഗുരു നമുക്ക് പറഞ്ഞു തരിക. സഞ്ജീവന ഔഷധം, വ്രതസഞ്ജീവന മന്ത്രമാണ് പരമേശ്വരനാമം. അപ്പോൾ ഈ തിരുസന്നിധിയിലൊക്കെ വന്നിരുന്നു കൊണ്ട് കുറച്ച് നാമമൊക്കെ ജപിക്കാം നമുക്കല്ലേ. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ആ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത സ്ഥലത്തേക്ക് എവിടെയെങ്കിലും പോകാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ആ കോവളം ബീച്ചിലൊക്കെ പോയൊന്ന് കറങ്ങാം, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് എവിടെയെങ്കിലൊക്കെ ചുറ്റിക്കറങ്ങാം. അതൊക്കെ ആയിരിക്കും തീർത്ഥാടനം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ളത്. തീർത്ഥാടനം ശാരീരികമായും മാനസികമായും സമർപ്പണമായിരിക്കണം. മറ്റൊരവസരത്തിൽ പൊക്കോളൂ. 10 ദിവസം വ്രതം എടുത്തിട്ട് നമ്മൾ ഈ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, നീ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിൻ്റെ ശരീരത്തിലെ വേദനകളും നിൻ്റെ മനസ്സിൻ്റെ വേദനകളും നിൻ്റെ ധനനഷ്ടവും മാത്രവുമാണെങ്കിൽ നീ എന്തു നേടി? ഈ തീർത്ഥാടനത്തിൽ നിന്നും നീ എന്തു നേടി? ഗുരു നമ്മോട് ചോദിച്ചിരിക്കുന്നതാണ്, എന്താണ് നേടുന്നത്? എന്താണ് തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം? കിട്ടൻ ഡേറ്ററും ഗോവിന്ദൻ വൈദ്യനും കൂടി തല ചൊറിഞ്ഞോണ്ട് നിന്നു. എന്താണ് വൈദ്യരെ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം? ഗുരു പറയാ, എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് വിരലിലെണ്ണി അഷ്ടലക്ഷ്യങ്ങൾ പറഞ്ഞു തന്നത്. അതിവിടെ ചർച്ച ചെയ്ത് പലരും ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. തീർത്ഥാടന ലക്ഷ്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ കേൾക്കലല്ല വേണ്ടത്, അത് നമ്മൾ എന്താണെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് ഗുരു പറഞ്ഞതിൻ്റെ തീവ്രത നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഭൗതികതയും ആത്മീയതയും ചേർത്ത് വയ്ക്കുന്നതാണ് ഗുരുദേവ ദർശനം. ഭൗതികതയിൽ അധിഷ്ഠിതമായ ആധ്യാത്മികമായ ജീവിതമാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അതായത് ഗുരുവിൻ്റെ ദർശനം നമ്മൾ വെറുതെ പ്രാർത്ഥന ചൊല്ലി കടന്നു പോകാനുള്ള വെറും മന്ത്രങ്ങളാണെന്ന് കരുതുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം അതിൽ ഉള്ളടക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വായിച്ച ഒരു ലേഖനമാണ്, മാതൃഭൂമി പത്രത്തിൽ വന്നതാണ്. 1919 തോന്നുന്നു. മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു ലേഖനമാണ്. അതായത് TI രാധാകൃഷ്ണൻ അഗ്നിഹോത്രത്തിൽ നിന്ന് അതിരാത്രത്തിലേക്ക് എന്ന് പറഞ്ഞ ഒരു ലേഖനം. അതിൽ പറയാം, ഡോക്ടർ അതാണ് മാക്സ് പ്ലാങ്ക്, പ്രശസ്ത ശാസ്ത്രജ്ഞനായ മാക്സ് പ്ലാങ്ക്, അദ്ദേഹം സള്ളിവൻ എന്ന ഒരു ലേഖകൻ, അദ്ദേഹം ഒരു ശാസ്ത്രചിന്തകനുമാണ് ലേഖകനുമാണ്. ലണ്ടനിലെ ഒബ്സർവർ ദിനപത്രത്തിൻ്റെ ലേഖകനാണ് സള്ളിവൻ. സള്ളിവനും മാക്സ് പ്ലാങ്കും തമ്മിലുള്ള ഒരു അഭിമുഖ സംഭാഷണം
ടി.ഐ. രാധാകൃഷ്ണൻ സാറ് മാതൃഭൂമി പത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അതിൽ മാക്സ് പ്ലാങ്കിനോട് സള്ളിവൻ ചോദിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിലെ ഒരു ദ്രവ്യം, അതായത് ഒരു എലിമെൻറ്റ്, ഒരു മാറ്റർ, അതിൻ്റെ മൗലിക ഘടന എന്താണ്, അതിൻ്റെ ബേസിക് എന്താണ്, അതിൻ്റെ ആധാരം എന്താണ്? ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തു നമ്മൾ എടുക്കുകയാണ്, അതിൻ്റെ ബേസ് ആയിട്ടുള്ള വസ്തു എന്താണ്, മൗലികമായ കണം എന്താണ് എന്ന് ചോദിക്കുകയാണ് മാക്സ് പ്ലാങ്കിനോട്. അപ്പോൾ മാക്സ് പ്ലാങ്ക് പറയുകയാണ്, അതൊരിക്കലും ഒരു ദ്രവ്യത്തിൻ്റെ മൗലിക കണം ഒരിക്കലും ദ്രവ്യമാകാനിടയില്ല. ഇപ്പോൾ നാം എന്ന ശരീരം, നമ്മളുടെ സത്ത എന്താന്ന് ഒരാൾ ചോദിച്ചാൽ ഈ ഭൗതികമായ മാംസവും മേധസ്സും കണ്ണും കയ്യും കാലും ഒക്കെയാണോ നാം? നോ, നെവർ. അതാണ് പറഞ്ഞത്, ഒരു ദ്രവ്യത്തിൻ്റെ മൗലിക കണിക ഒരിക്കലും ആ വസ്തുവല്ല, അതിനപ്പുറം സഞ്ചരിക്കണം. ആ വസ്തുവിനെ അറിയണമെങ്കിൽ അതിനപ്പുറം സഞ്ചരിക്കണം. അറിവതു ധർമ്മിയല്ല ധർമ്മമാമി, അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ ധരമുതലായവയൊന്നുമില്ല താങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിടേണം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ബലമാർജിക്കേണ്ട ഗുരുവിൻ്റെ കൃതിയിലേക്ക് പോവാൻ. ഒരു ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം ആ ദ്രവ്യത്തിനപ്പുറം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സള്ളിവൻ ചോദിക്കുകയാണ്, അത് എന്താണ് എന്നാണ് അങ്ങയുടെ അഭിപ്രായം? ഒരു വസ്തു ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ബേസിക് മൂലകം, എലമെൻ്റ്, അല്ലെങ്കിൽ വസ്തു, അടിസ്ഥാന ഘടകം എന്താണ്, അതിൻ്റെ മൗലിക കണിക എന്തായിരിക്കും എന്നാണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അത് ബോധമായിരിക്കാം. കുറേ വയസ്സായ അമ്മമാർക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന മാത്രമാണോ ഗുരുദേവ കൃതികൾ? ഏതാണ് നമ്മുടെ വസസ്സു തന്തുവിധ, ഏത കൃതിയുടെ പേര് മറന്നുപോയല്ലോ, ഒന്ന് പറഞ്ഞേ. അദ്വൈത ദീപിക. ഭഗവാൻ എന്താ എന്നെ മറപ്പിക്കുന്നത്? അദ്വൈത ദീപിക. അദ്വൈത ദീപികയില് ഒരു പറഞ്ഞിട്ടുണ്ടല്ലേ, വാസസ്സു തന്തു ഇതു പഞ്ഞി ഇതാദിമൂല ഭൂതപ്രഘാതമിതു ഓർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. അദ്വൈത ദീപികയിലെ ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്, പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന കാരണം ബോധം തന്നെ, അതല്ലാതെ ഒന്നുമല്ല. ശാസ്ത്രത്തിന് മുൻപേ ഗമിച്ച ഋഷീശ്വരൻ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? പരമമായ സത്യം തന്നെ, ബോധം തന്നെ. ഒരു വസ്ത്രം, ഉടുത്തിരിക്കുന്ന വസ്ത്രം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ നീ. അത് കുറുക്കാഞ്ചേരിയിലെ ശ്രീ മാഹേശ്വര ക്ഷേത്ര പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് ഗുരു ഇങ്ങനെ ഒരു പായൊക്കെ ഇട്ട് ശാന്തമായി ദീപാരാധനയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു ഭക്തൻ തോളത്തൊരു മുണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഗുരുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഗുരു പറയുക, എപ്പോഴും ഗുരുവിൻ്റെ മുമ്പിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഗുരു ആ മനുഷ്യ പ്രകൃതിയെ എങ്ങനെ സംസ്കരിക്കാം എന്നതിനൊപ്പിച്ചായിരിക്കും ഗുരു സംസാരിക്കുക. അപ്പോൾ ഗുരു ചോദിക്കുകയാണ്, വേദാന്തം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ? പലതും വളരെ പ്രയാസമേറിയതാ, പക്ഷെ ചിലതൊക്കെ വളരെ എളുപ്പമാണല്ലോ, അത് നാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ തല ചെറിയ മറന്നുപോയി. അതെന്താണ് ഗുരു, ഒന്നുകൂടെ പറയുമോ ഒന്ന് ചോദിക്കുമ്പോൾ പറയാം, ഉടുത്തിരിക്കുന്നത് എന്താണ്? വസ്ത്രം അല്ലേ? ആ വസ്ത്രം, ഇപ്പോൾ വസ്ത്രമുണ്ടോ? ഉണ്ട് ഗുരു. ഇനി ആ വസ്ത്രം ഓരോന്നോരോന്നൊന്ന് അഴിച്ച്, അതായത് അതിനൊന്ന് പിരിച്ചു നോക്കൂ. അപ്പോൾ കുറച്ച് നൂലായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ വസ്ത്രമുണ്ടോ? ഇല്ല. ഇപ്പം എന്താ ഉള്ളത്? നൂല്. അപ്പോൾ വസ്ത്രം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല ഗുരു. അപ്പോൾ ഒരു വസ്തുവിനെ, ഇവന് നീ ആ നൂല് നോക്കൂ, ആ നൂലിപ്പോൾ ഉണ്ടോ? ഉണ്ട്. അതിനെ ഒന്ന് പിരിച്ചു നോക്കൂ. പിരിച്ചു ഗുരു. അപ്പോൾ എന്ത് കിട്ടും? പഞ്ഞി കിട്ടും. അപ്പോൾ നൂലുണ്ടോ? ഇല്ല. എന്താ ഉള്ളത്? പഞ്ഞി. ഇനി പഞ്ഞിയെയും പിരിച്ചു നോക്കൂ. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള ഭൗതികതയിലുള്ള എല്ലാതും തന്നെ പിരിച്ചു മാറ്റാൻ കഴിയുന്നവയാണ്. അവസാനം അവശേഷിക്കുന്നത് ഈ ഇപ്പോഴത്തെ 2010 ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതുപോലെ ദൈവകണം ആണ് അവസാനം കണ്ടെത്തുക. പഞ്ചഭൂത തന്മാത്രമാത്മകമായ ഒരു ചെറുകണം, ദൈവകണം. അത് ചലനാത്മകമാണ് ആ ബ്രഹ്മശക്തി. അതാ കിട്ടുള്ളൂ. അപ്പൊ ഗുരു പറയാണ്, ഒരു വസ്തുവിനെ പിരിക്കുമ്പോൾ അതില്ലെങ്കിൽ ആ വസ്തു ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല ഗുരു. പിന്നെ ഉണ്ടെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഗുരു?
ഗുരു പറയാണ് അത് വെറും പ്രതീതി മാത്രമാണ്, ഉള്ളത് ബോധം മാത്രമാണ്. അതാണ് പരമാത്മസത്യം, അത് പ്രകാശമാണ്. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമോ? നമുക്ക് മനസ്സിലാകുമോ? ഈ ശരീരത്തിൽ ജീവിക്കുന്ന നാം നമ്മളുടെ തന്നെ മൗലികമായ കണിക എന്തെന്ന് പരിശോധിച്ചാൽ അച്ഛൻ കഴിച്ച ആഹാരത്തിൽ നിന്നുമാണ് ശുക്ലം എന്ന ധാതു ഉണ്ടായത്. ആ ആഹാരം പഞ്ചഭൂതാത്മകമല്ലേ? പഞ്ചഭൂതങ്ങൾ ഉണ്ടായിരിക്കുന്നത് ജഗദീശ്വരനിൽ നിന്നല്ലേ? നമ്മളുടെ മൂലം അന്വേഷിക്കുമ്പോഴും ചെന്നെത്തുന്നത് ആ പരമാത്മശക്തിയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. ഈ ബോധത്തെയാണ് ഗുരു ആത്മോപദേശ ശതകത്തിലൂടെയും അതുപോലെ തന്നെ അദ്വൈത ദീപികയിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പറയുന്നു, ഭിക്ഷാന്ന വിഭക്ത്രേ നമ. ഭഗവാനെ, അങ്ങ് ഭിക്ഷയായി കിട്ടിയ ആ അന്നത്തെ ഞങ്ങൾക്ക് വിഭജിച്ചു തന്നു എന്ന് പറയുമ്പോൾ ശിവലിംഗദാസ സ്വാമികൾ ആദ്യം കൈകാട്ടി ഗുരു വിളിക്കുന്നുണ്ട്. ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ ഈശ്വര സാക്ഷാത്കാരത്തിനായി ഒരു പരമഗുരു ശിഷ്യനെ കണ്ടെത്തുന്ന ദിവ്യമായ ആ നിമിഷത്തിൽ കൈകാട്ടി വിളിക്കുന്നുണ്ട്. നന്നേ പേടിത്തൊണ്ടനായ ഭയമുള്ള ആ കുഞ്ഞുകുട്ടി ഓടി തൻ്റെ സദ്ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? അപ്പോഴും ചോദിക്കുന്നുണ്ട്, കരിക്ക് തരാ സ്വാമി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, മരക്കിഴങ്ങ് കിട്ടുമോ? അഹിംസാത്മകമായ ആഹാരമാണല്ലോ മരച്ചീനി. കിഴങ്ങ് കുഴിച്ചിട്ടാൽ വംശം പിന്നെ ഉണ്ടാവില്ലാത്തത് കൊണ്ട് ഗുരുവിന് ഇഷ്ടം മരച്ചീനി ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ശിവലിംഗദാസ സ്വാമികൾ കുഞ്ചു ഓടുകയാണ്. വീട്ടിൽ ആരും കാണാതെ പോയി മരക്കിഴങ്ങ് പറിച്ചെടുത്ത് ചുട്ട് ഇലയിൽ വെച്ച് നിവേദിച്ചപ്പോൾ ആ ഭിക്ഷയുടെ ഒരംശം പകുത്ത് ശിഷ്യന് നൽകി. സങ്കല്പദീക്ഷയും ദൃഷ്ടിദീക്ഷയും സ്പർശദീക്ഷയും ഒക്കെ കിട്ടി അല്ലേ? ഇപ്പോൾ 106ാമത് മഹാസമാധി വരികയാണ് ശിവലിംഗദാസ സ്വാമികളുടെ അല്ലേ? അപ്പോൾ ഭിക്ഷാന്ന വിഭക്തരേ നമ എന്ന് പറയുമ്പോൾ ശിവലിംഗദാസ സ്വാമികളുടെ ശ്രീനാരായണ ഗുരുദേവ ശതകരത്നാവലിയിൽ നിന്നാണ് ഇത് എടുത്തതെങ്കിൽ ആ പുണ്യത്തെ അനുഭവിച്ചതാണ് ശിവലിംഗദാസ സ്വാമികൾ. അതുപോലെ തന്നെ ഇന്ന് ഗുരു സ്ഥാപിച്ച ലോകസേവന കേന്ദ്രങ്ങൾ നമ്മളിപ്പോൾ ഈ തണലിൽ ഇരുന്നു കൊണ്ട് ആത്മീയമായ ആനന്ദം അനുഭവിക്കുന്നെങ്കിൽ ഇതേ സമയം എത്രയോ ലോക ജനകോടികൾ ഈ ആനന്ദത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ ലോകസേവന കേന്ദ്രങ്ങളെല്ലാം തന്നെ അങ്ങ് ഭിക്ഷയായി കിട്ടിയത് ഞങ്ങൾക്ക് വിഭജിച്ച് തന്നതല്ലേ ഗുരു? അലുവയാണെങ്കിലും അരുവിപ്പുറമാണെങ്കിലും കുന്നുംപാറയാണെങ്കിലും കോലത്തുകരയാണെങ്കിലും ശിവഗിരി ആണെങ്കിലും ഭഗവാനെ എത്രയെത്ര അങ്ങ് അരുവിപ്പുറം മുതൽ ഉള്ളല ഓങ്കാരേശ്വരം വരെയുള്ള ക്ഷേത്രങ്ങളെല്ലാം ഇന്ന് തീർത്ഥാടന പുണ്യം അനുഭവിച്ചുകൊണ്ട് ജനനിബിഡമാണിന്ന് അവിടെയൊക്കെ. കാരണം ഗുരുവിൻ്റെ ദർശനം ഇന്ന് ലോകം മുഴുവൻ പരന്ന് തെളിഞ്ഞ് പ്രകാശിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാം. അപ്പോഴാണ് നമ്മളുമൊക്കെ ഈ തീർത്ഥാടന തണലിലേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എത്ര സമയമായി ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് സമയമുണ്ടോയെന്നും അറിയില്ല. എത്ര സമയമായി? 1 മണിക്കൂറായിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ വിട്ടുപോകാതെ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈശ്വരനെ തേടി അലയുന്ന മനുഷ്യരാണ്. ഈശ്വരനെ തേടി അലയുമ്പോൾ നമുക്കറിയില്ല ഈശ്വരൻ എന്ത്, ഭക്തി എന്ത്, ദൈവം എന്തെന്നൊന്നും നമുക്കറിയില്ല. കാണുന്നതിനെയെല്ലാം നമ്മൾ ചേർത്ത് ദൈവം എന്ന് കരുതി ആരാധിച്ചു പോകുന്നവരാണ് നമ്മൾ. പക്ഷെ ഗുരു നമ്മളോട് പറഞ്ഞു, ഈശ്വരൻ, ഗുരു പറഞ്ഞു തന്ന ഈശ്വരൻ ആരാ? ഗുരുവാണോ? ഗുരു പറഞ്ഞു തന്ന ഈശ്വരൻ? നമ്മൾ ഓരോരുത്തരും വെറുതെ ഒന്ന് ചോദിച്ചേ. ഗുരു പറഞ്ഞു തന്നത് നാം ശരീരമല്ല അറിവാണ് എന്ന് പറഞ്ഞത്. ഗുരു ശരീരമല്ല അറിവാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഗുരു പറഞ്ഞത് ഒരിക്കലും ഗുരുവിനെ അല്ല. നാം ഓരോ മനുഷ്യ ജീവനുകളും ആ പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ അംശമാണെന്നും ഈശ്വരനാണെന്നുമാണ് ഗുരു പറഞ്ഞത്. ആ ഈശ്വരാംശത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിഗ്രഹങ്ങൾ തോറും ക്ഷേത്രങ്ങൾ തോറും ഒക്കെ അലയുന്നത്. അപ്പം നമ്മളിലിരിക്കുന്ന ആത്മീയമായ ചൈതന്യത്തെ പ്രോജ്വലിപ്പിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് തീർത്ഥാടനമൊക്കെ. ഇതറിഞ്ഞു പോകലാണ് ഭക്തി.
അതാണ് ഗുരു പറഞ്ഞത്. പക്ഷെ നമുക്കത് അറിയാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേടിയതൊക്കെ കൊണ്ടുപോയി ഈശ്വര സങ്കല്പത്തിന് മുന്നിൽ വെച്ചിട്ട് നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടതാണ് ഭൗതിക സുഖങ്ങൾ എന്ന ആ തെറ്റായ മൂഢത്വമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഇപ്പോൾ നമ്മൾ പിണ്ടനന്ദി ചൊല്ലിയപ്പോൾ പറഞ്ഞില്ലേ, എല്ലാം അറിയാവുന്ന ഭഗവാന് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയാം എന്ന് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല? നമുക്ക് എന്തൊക്കെ വേണ്ടത് സമയാസമയങ്ങളിൽ? നമ്മുടെ ഈ ലോക ജീവിത യാത്രയുടെ അടുത്ത് എന്താണ് നാളെ നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയോ? അതുപോലും അറിയാവുന്ന കൽപ്പിച്ച പൊന്നുതമ്പുരാൻ പഞ്ചഭൂതാത്മകമായ ഈ ശരീരത്തെ ചേർത്ത് വെച്ചപ്പോൾ അതെല്ലാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നിടത്ത് നമ്മൾ പോയിട്ട് അത് തരണേ ഇത് തരണേ ഭഗവാനെ എന്ന് ചോദിക്കുന്നതിൽ ആ ചോദ്യത്തിന് അർത്ഥമുണ്ടോ? അപ്പോൾ നമ്മളിലിരിക്കുന്ന ഈശ്വരാംശത്തെ പ്രോജ്വലിപ്പിക്കലാണ് ഈശ്വരഭക്തി എന്ന ഒരു വിഭാഗം ഗുരു അഷ്ടലക്ഷ്യങ്ങളിൽ വെച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? അപ്പം നമ്മളിലിരിക്കുന്ന ആത്മീയതയുടെ പ്രോജ്വലനവും കൂടിയാണ് ഈശ്വരഭക്തി എന്ന് അറിയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ രമേശോട് കഴിഞ്ഞ് ഇതിനു മുമ്പ് എനിക്ക് മുമ്പ് പ്രസംഗിച്ചു പോയ രമേശ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഭക്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജ്ഞാനത്തിലേക്ക് എത്തുന്നു. ഞാൻ പറഞ്ഞു, രമേശേ, ജ്ഞാനം ശരിക്കും പറഞ്ഞാൽ ജ്ഞാനദർശനം കഴിഞ്ഞാൽ ഗുരു നമുക്ക് ഭക്തി തരണേ. ഈശ്വരൻ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈശ്വരനോട് ഭക്തി ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ഒരാളെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ നന്നായി അറിയണ്ടേ? അപ്പോൾ ഈശ്വരന് എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമുക്കെല്ലാം ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ആ ഘനമനുസരിച്ച് ചോദിക്കുന്നത് തരാനിരിക്കുന്ന ഒന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം. ഗുരുവിനോട് പോലും നമ്മൾ ചെന്നിട്ട് എന്തൊക്കെ ചോദിക്കും? ഒന്നേ ചോദിക്കാമല്ലോ ഗുരുവിനോട്, അറിവ് ചോദിക്കുക. ഭഗവാനെ, എനിക്ക് അറിവ് തരിക, ഞാൻ ആരാണെന്ന് തിരിച്ചറിയാനുള്ള അറിവ് എനിക്ക് തരിക. അങ്ങ് എഴുതി വെച്ചിരിക്കുന്ന എത്രയോ ഉപദേശങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് തന്നു, അത് ഞങ്ങൾക്ക് മനസ്സിലാകാനുള്ള അറിവ് തരണേ ഗുരു. ഇതപ്പുറം നമുക്ക് എന്താ ചോദിക്കാനുള്ളത്? അനുനിമിഷം ചലിച്ച് പരിണമിക്കുന്ന നമ്മുടെ ഈ ശരീരം, അതായത് നമ്മൾ പുറത്തേക്ക് നിശ്വസിക്കുന്ന വായു ആ ഉള്ളിലേക്ക് നമുക്ക് വീണ്ടും എടുത്ത് ഉച്ഛ്വാസം നിശ്വാസം ചെയ്യാൻ സാധിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. അത്രയും പോലും അനിശ്ചിതത്വമാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക്. നമ്മൾ എത്രയോ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ശരിയായ തത്വം എന്ത് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഇന്നത്തെ തലമുറ ഭൗതികതയുടെ ആ അതിപ്രസരത്തിൽ വിദ്യാലയം ഒരു അധ്യാപിക എന്ന നിലയിൽ പറയുമ്പോൾ വിദ്യാലയങ്ങളിൽ ഇന്ന് നടക്കുന്ന വിദ്യാഭ്യാസം സത്യം പറഞ്ഞാൽ ജോലി നേടാൻ വേണ്ടിയ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വരുന്നത്. അതല്ലെങ്കിൽ തനിക്ക് A+ നേടുക, A+ നേടാനുള്ള പരിശീലന കളരി ജോലി നേടാനുള്ള പരിശീലന കളരിയായി മാറുമ്പോൾ ഒരു കുട്ടിക്ക് അവൻ്റെ മൗലികമായി അവൻ്റെ ജീവിതത്തിൽ നേടേണ്ട നന്മയും സത്യവും അറിയാതെ അവൻ ജീവിച്ചു പോകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിലെ ബാലകൃഷ്ണൻ സാറ് പറഞ്ഞില്ലേ, കേരളത്തിലെ സകല വിദ്യാലയങ്ങളിലും ഗുരുവിൻ്റെ ദൈവദശകം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു കൃതി പഠന വിഷയമാക്കിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഉയർന്നു വന്നിരിക്കുന്ന നിരവധിയായ ചൈൽഡ് സൈക്യാട്രിക് സെൻ്ററുകൾ, ഒരു വിദ്യാലയത്തിന് 10 സ്റ്റുഡൻസ് സൈക്യാട്രിസ്റ്റുകളെ ആവശ്യമായി വന്നിരിക്കുക. മുതിർന്നവരെക്കാൾ നിരവധിയായ സ്ട്രെസ്സാണ് ഇന്ന് കുട്ടികൾക്ക്. അവരുടെ പ്രായത്തിനും അപ്പുറമുള്ള സ്ട്രെസ് അവരുടെ ജീവിതം കൊണ്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ആത്മീയതയുടെ ഒരു തണുവ് ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർത്തിവിട്ടാൽ അതിനുതകുന്നൊരു വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഈ ഗുരുവിൻ്റെ ദർശനമല്ലാതെ മറ്റെന്താണുള്ളത്? അതുകൊണ്ട് ഏതു വേദിയിലും പറയുമ്പോൾ ജഗദീശ്വരനെ, ഈ പ്രപഞ്ചശക്തിയെ സാക്ഷ്യമാക്കി പറയുകയാണെങ്കിൽ, ഭഗവാനെ, അങ്ങയുടെ ദൈവദശകം എന്ന ഒരൊറ്റ കൃതി മതി എല്ലാ മനുഷ്യ മനസ്സുകളെ ഒന്നായി കാണുവാൻ, അല്ലേ? ഓരോ സമസ്ത ജീവജാലങ്ങളെയും ഒന്നായി കാണുവാൻ. അങ്ങനെ വിദ്യാഭ്യാസം ഭൗതികതയിൽ അധിഷ്ഠിതമായിരിക്കണം. അപ്പോൾ മാത്രമാണ് ഗുരുവിൻ്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ആ സന്ദേശം അവിടെ പ്രയോഗവത്കരിക്കാൻ സാധ്യമാകുകയുള്ളൂ. നമ്മൾ വെറുതെ പറഞ്ഞു പോകും, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. എന്താ പ്രബുദ്ധത? പ്രകർഷണയുള്ള ബോധമാണ് പ്രബുദ്ധത. അത് നിന്നിലേക്ക് തന്നെ നയിക്കണം. നീ ആരാണെന്നുള്ള ബോധം കൂടിയാണത്. ഇപ്പോൾ സഹോദരൻ അയ്യപ്പനും
അതുപോലെ തന്നെ കുമാരനാശാനൊക്കെ ഈ പ്രബുദ്ധത നേടിക്കൊടുത്തുകൊണ്ട് ഗുരു വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് ഗുരു പറഞ്ഞില്ലേ, ധനം വിദ്യയാകും, വിദ്യ സേവനമാകും, വേണ്ടത് ചെയ്യണമെന്ന് സഹോദരയ്യപ്പൻ്റെ കാര്യത്തിൽ കുമാരനാശനോട് പറഞ്ഞപ്പോൾ അതിന് 100 അർത്ഥതലങ്ങളുണ്ട്. അതായത് പ്രബുദ്ധതയുള്ള വിദ്യാഭ്യാസം നേടിയവന് മാത്രമേ ഈ ലോകത്തിന് ത്യാഗം ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ. നമ്മളൊക്കെ നമ്മുടെ മക്കളെ ലണ്ടനിലും പിന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പഠിപ്പിക്കുന്ന എന്തിനാ? സമ്പത്ത് കൂട്ടിക്കൂട്ടി വെക്കാനാ? സുഖസുഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കാനാ? ത്യാഗം ചെയ്യാനാണോ? നമ്മൾ ത്യാഗം പഠിപ്പിച്ചിട്ടുണ്ടോ? വിദ്യാലയങ്ങളിൽ ത്യാഗം പഠിപ്പിക്കണമെന്ന ഗുരു നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ എങ്ങനെയാ സഹോദരൻ അയ്യപ്പൻ ഈ ലോകത്ത് കണ്ട അനീതികൾക്കെതിരെ ശബ്ദിക്കാൻ പറ്റിയത്? എങ്ങനെയാണ് കുമാരനാശാൻ തൻ്റെ തൂലിക ഈ പ്രപഞ്ചത്തിൽ കണ്ട അനീതിക്കെതിരെ ശബ്ദിക്കാനുള്ള പടവാളാക്കിയത്? പ്രബുദ്ധതയുള്ള വിദ്യാഭ്യാസം നേടി, പ്രകർഷേണയുള്ള ബോധം നേടി, താൻ തന്നെയാണ്, തനിക്ക് വേദനിച്ചാൽ അത് അന്യജീവിയുടെ വേദന തൻ്റെ വേദനയാണെന്ന് അറിയുന്നതാണ് പ്രബുദ്ധത. ആ പ്രബുദ്ധതയുള്ള വിദ്യാഭ്യാസം നേടുന്നവന് മാത്രമേ ത്യാഗം ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ളവൻ്റെ വിദ്യ മാത്രമേ ധനം വിദ്യയാകും, വിദ്യ സേവനമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഈ ഗുരുധർമ്മം പ്രചരിപ്പിക്കുന്നതിനും ഗുരുവിനെ അറിയാനും യുവതലമുറകൾ മുന്നോട്ട് വരുന്നില്ല എന്നത് തന്നെ വേണ്ടത് കുഞ്ഞുങ്ങൾക്ക് വേണ്ട സമയത്ത് പകർന്നു കൊടുക്കാത്തത് തന്നെയല്ലേ? അതുകൊണ്ട് ഈ ശിവഗിരി തീർത്ഥാടന വേളയിൽ വിദ്യാഭ്യാസം കൊണ്ട് ശുചിത്വമാർന്ന, അതുപോലെ തന്നെ ഈശ്വരഭക്തിയിലൂടെ സത്യമറിഞ്ഞ് സംഘടന കൊണ്ട് ശക്തരായി, കൃഷിയിലൂടെ സംസ്കാരത്തെ ഉയർത്തി, അല്ലേ? അതുപോലെ കച്ചവടം ചെയ്യുക. നീ കച്ചവടം ചെയ്യുമ്പോൾ ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടണമെന്ന് പറയാൻ ഗുരു മറന്നിട്ടില്ല. ഒരു വ്യവസായിയും അവൻ്റെ വ്യവസായത്തിൽ നിന്ന് അമിത ലാഭം എടുക്കരുത്. അമിത ലാഭം കൊണ്ട് നേടുന്ന സമ്പത്ത് അവൻ്റെ ജീവിതത്തിന് ഉതകുകയില്ല എന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു എന്ന് പറയാനും ഗുരു മറന്നുപോയിട്ടില്ല. അപ്പോൾ അന്യനെയും കൂടി ചേർത്ത് വയ്ക്കുന്ന, ആ അന്യനും കൂടി ഇടമുള്ളതാണ് ഗുരുവിൻ്റെ ദർശനം. അപ്പോൾ പറയുകയാണ്, സംഘടന, കൃഷി, കച്ചവടം, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള മികവ് ഇവ നേടി ഈ തീർത്ഥാടന കാലത്ത് നമ്മുടെ ആത്മീയവും ഭൗതികവുമായ പുരോഗതി നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വെളിച്ചമായി നമ്മുടെ ഗൃഹങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത് ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഈ നാടിന് തന്നെയും വെളിച്ചമായി മാറണേ എന്ന് ഈ പുണ്യമായ തീരത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ സംസാരിക്കാൻ അവസരം തന്ന സ്വാമിജിക്കും ഈ ഗുരുകുലത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്. ഓം ശാന്തി ശാന്തി ശാന്തി. തത്സത്. ശ്രീനാരായണ ഗുരുർപ്പണമസ്തു. ഗുരു ഓം തത്സത്.